തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വ്യക്തമാകും. മധ്യകേരളത്തിൽ ഏത് പുത്രൻ നയിക്കുന്ന കേരള കോൺഗ്രസിനാണ് ശക്തിയെന്ന്. കോട്ടയം പാർലമെന്റ് സീറ്റ് പിടിച്ചെടുത്ത PJ ജോസഫ് വിഭാഗത്തിന് മറുപടി കൊടുക്കാനുള്ള അവസരമാണ് KM മാണിയുടെ മകൻ ജോസ് കെ മാണിക്കിത്. ഇടതു മുന്നണിയിൽ തുടരാനാണെങ്കിലും മുന്നണി മാറാനാണെങ്കിലും ജോസഫ് വിഭാഗത്തെക്കാൾ കരുത്തുണ്ട് എന്ന് കോട്ടയം, പാലാ നഗരങ്ങളിലെങ്കിലും തെളിയിച്ചേ മതിയാവുകയുള്ളൂ. ഇനി ജോസഫ് വിഭാഗത്തിലാണെങ്കിൽ പുതിയ പുത്ര നേതാവിനും ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. സംസ്ഥാന കോർഡിനേറ്ററായി നിയമിതനായ അപ്പു ജോൺ ജോസഫിന് പാർട്ടി സംവിധാനം തന്റെ കയ്യിലാണെന്ന് തെളിയിക്കണം. ഏക എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് ആണോ, സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോസഫ് ആണോ മുമ്പിൽ എന്നത് മാത്രമല്ല പ്രശ്നം. PT ചാക്കോയുടെ മകൻ PC തോമസും KM ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജും ആ പാർട്ടിയിലുണ്ട്. പിറവത്തെങ്കിലും സ്വന്തം സാന്നിധ്യം അരക്കിട്ടുറപ്പിക്കാൻ പാടുപെടുകയാണ് TM ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ്. R ബാലകൃഷ്ണന്റെ മകൻ KB ഗണേഷ് കുമാറിനും കൊട്ടാരക്കരയിൽ മാത്രമല്ല പത്തനാപുരത്തും ചിലത് തെളിയിക്കേണ്ടി വരും. BJPയിൽ ചെന്നുകയറിയ PC ജോർജിനേക്കാൾ മകൻ ഷോൺ ജോർജിനാണ് ജനങ്ങളുടെ ഇടയിൽ പിടിയുണ്ട് എന്ന് തെളിയിക്കേണ്ടതും അനിവാര്യമാകുന്നു. ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും കാലം ഇടത് ഐക്യ മുന്നണികളിൽ മാത്രമായിരുന്നു കേരള കോൺഗ്രസുകളുടെ വോട്ട് ചെന്ന് വീണിരുന്നത്. കാസിയുടെ വരവോടെ അത് എത്ര കണ്ട് BJPയിലേക്ക് പോകും എന്നതിനും ഉത്തരമുണ്ടാകും. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കേരള കോൺഗ്രസുകളും കാസയുടെ രാഷ്ട്രീയവും. പാലാ നഗരസഭയിൽ CPIM ഒത്തുള്ള ഭരണം ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ഒട്ടും സുഖകരമായിരുന്നില്ല. കോട്ടയം നഗരസഭയിൽ പാർട്ടിയുടെ കരുത്ത് പൂർണ്ണമായും തെളിയിക്കാനും കഴിഞ്ഞില്ല. കോൺഗ്രസിനൊപ്പം നിൽക്കുമ്പോഴേ ജയിക്കാൻ കഴിയൂ എന്ന പഴംപുരാണം തിരുത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിയും. ഇപ്പോഴും ഇടതു മുന്നണിയിലാണെന്ന് തറപ്പിച്ച് പറയുമ്പോഴും UDF തുറന്നിട്ടിരിക്കുന്ന വാതിലുണ്ട്. അത് വലിയൊരു പ്രലോഭനമാണ്. ഏറെ അപമാനിതരായാണ് UDF വിട്ടത് എന്ന കാര്യം ശരി. പക്ഷേ എല്ലാ കാലത്തും ഈ മുന്നണി വിടുമ്പോഴും ചേരുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും പതിവുമാണ്. ഇടതു മുന്നണിയിൽ ഇപ്പോഴത്തെ ശക്തിക്കൊത്തതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം സത്യം. പക്ഷേ ലോക്സഭയിൽ ശൂന്യമായി പോയി. കൂടുതൽ ആവശ്യങ്ങളുണ്ട്. അത് നേടണമെങ്കിൽ കരുത്തു തെളിയിക്കണം. എവിടെ പോകാനാണെങ്കിലും പാർട്ടി ചലിപ്പിക്കാൻ പറ്റിയ പഞ്ചായത്ത് മെമ്പർമാർ ഉണ്ടാകണം. കേരള കോൺഗ്രസുകളുടെ ഏറ്റവും വലിയ ശക്തി പഞ്ചായത്ത് മെമ്പർമാരാണ്. അതിന് താഴേക്ക് പ്രവർത്തിക്കുന്ന അണികൾ ഇല്ല എന്ന് തന്നെ പറയാം. മെമ്പർമാരുടെ താഴെ അനുഭാവി കുടുംബങ്ങൾ മാത്രമാണുള്ളത്. അവരാരും ബക്കറ്റും പശയും എടുത്ത് പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കുന്നവരുമല്ല. ഏതെങ്കിലും വീട്ടിൽ വോട്ട് ചോദിച്ച് പോവുകയുമില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസുകൾക്ക് പ്രവർത്തിക്കാൻ പരമാവധി വാർഡ് മെമ്പർമാർ ഉണ്ടാകണം. ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും നേരിട്ടുള്ള മത്സരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മാണിയെ മാറ്റി ജോസഫ് ആഭ്യന്തരമന്ത്രിയായ 1978 ആരംഭിച്ചതാണ് ആ പോര്. മറ്റനേകം കേരള കോൺഗ്രസുകൾ ഇക്കാലത്തുണ്ടായി. R ബാലകൃഷ്ണപിള്ള ആദ്യം പിരിഞ്ഞുപോയി. മാണിയും ജോസഫും അടിച്ചു പിരിഞ്ഞു, പിന്നെ ലയിച്ചു. PC തോമസ് സ്വന്തം പാർട്ടിയുമായി പോയി, ഇപ്പോ മടങ്ങി വന്നു. TM ജേക്കബ് സ്വന്തം പാർട്ടി ഉണ്ടാക്കി, ഇപ്പോഴത് മകൻ കൊണ്ടു നടക്കുകയുമാണ്. PC ജോർജ് പുറത്തുപോയി. പല പേരിൽ പല പാർട്ടികൾ ഉണ്ടാക്കി. ഇങ്ങനെ കേരള കോൺഗ്രസിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടായാലും അവയുടെ വോട്ടെല്ലാം ഇടത് ഐക്യ മുന്നണികളിൽ തന്നെ വന്നു വീഴുന്ന സംവിധാനമായിരുന്നു. കൂടുതലും ഐക്യ ജനാധിപത്യ മുന്നണിയിൽ തന്നെയായിരുന്നു എന്നും പറയാം. ഇപ്പോഴുണ്ടാകുന്ന പുതിയ പ്രതിസന്ധി അത് BJP ആണ്. BJP പിന്തുണയ്ക്കുന്ന കാസ എന്ന ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ ഉണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ BJP പാളയത്തിൽ എത്തിക്കുന്നതിന്റെ ഇടനിലക്കാരായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജയിച്ചതോടെ BJP നല്ല പരിഗണന ഈ സംഘടനയ്ക്ക് കൊടുക്കുന്നുമുണ്ട്. വോട്ട് എങ്ങനെ പോയാലും ഇടത് ഐക്യ മുന്നണികളിൽ മാത്രം എന്ന നില ഇതോടെ മാറുമോ എന്നതാണ് ചോദ്യം. കാസയ്ക്കും ക്രിസ്ത്യാനികളിലെ മറ്റ് BJP അനുകൂല ഗ്രൂപ്പുകൾക്കും കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. BJPയുടെ അവിടുത്തെ നേതൃത്വം പൂർണ്ണമായും അറസ്റ്റിനൊപ്പമായിരുന്നിട്ടും സംസ്ഥാന നേതൃത്വം ഇറങ്ങി പുറപ്പെട്ടത് ഇവിടെ തിരിച്ചടി ഭയന്നാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് മധ്യ കേരളത്തിൽ BJP മുരടിച്ചു നിന്നത് നിലയ്ക്കൽ സമരത്തോടെയാണ്. അന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിനുണ്ടായ അകൽച്ച മാറി വന്നത് 40 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ്. അങ്ങനെ അടുക്കാൻ ഒരു പൊതുവിഷയവും ഉരുത്തിരിഞ്ഞു വന്നു. അതായിരുന്നു ലവ് ജിഹാദ്. ലവ് ജിഹാദ് BJPയാണ് ആദ്യം ഉയർത്തിയത് എങ്കിലും അത് ഏറ്റെടുത്തത് ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ്. പാലാ രൂപതയുടെ മെത്രാൻ അതിനൊപ്പം ഹലാൽ ജിഹാദ് കൂടി കൂട്ടിച്ചേർത്തു. PC ജോർജിനെ പോലെയുള്ളവർ ജ്യൂസിൽ പോലും ജിഹാദ് എന്ന് പറഞ്ഞു നടന്നു. BJPയും ക്രിസ്ത്യൻ വിഭാഗവും നിലയ്ക്കൽ സമരത്തിനു ശേഷം ഒരേ ശ്രേണിയിൽ വന്നത് ഇങ്ങനെയാണ്.
അതിന്റെ പ്രതിഫലനം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് BJP പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. അപ്പോഴാണ് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. BJP സംസ്ഥാന നേതൃത്വം മുഴുവൻ കളത്തിലിറങ്ങി സംഭവം കോംപ്രമൈസ് ആക്കി എന്ന നിലയുണ്ടായി. ബിഷപ്പ് പാംപ്ലാനിയുടെയൊക്കെ പിന്നീടുള്ള പ്രതികരണങ്ങളിൽ അങ്ങനെ ചില സൂചനകളും വന്നു. അപ്പോഴാണ് ഒഡീഷയിൽ കന്യാസ്ത്രീകളെയും പുരോഹിതരെയും ആക്രമിക്കുന്നത് ബജ്രംഗദൾ ആണെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ BJPക്ക് കഴിയുന്നില്ല. ബജ്രംഗദളും സംഘപരിവാർ സംഘടനയാണ്. ഗുജറാത്ത് കലാപത്തിൽ മുതൽ ഇങ്ങ് ഒഡീഷയിൽ വരെ അവർ പ്രവർത്തിക്കുന്നത് RSSന്റെയും BJPയുടെയും തണലിലുമാണ്. ഇതാണ് മധ്യ കേരളത്തിൽ BJP നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണ നല്ല തോതിൽ BJPക്ക് കിട്ടി. അങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചതും. കേരള കോൺഗ്രസുകൾ പോലുള്ള ഇടനിലക്കാരില്ലാതെ നേരിട്ട് BJPയിലേക്ക് കിട്ടിയതാണ് ആ വോട്ട്. ആ ഒരു നില തന്നെ മധ്യ കേരളത്തിൽ ഉണ്ടാകണം എന്നാണ് BJP ആഗ്രഹിച്ചിരുന്നതും. എത്ര വോട്ട് മറിഞ്ഞു വരും എന്നതിന്റെ ഒരു അനുപാത കണക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പോടുകൂടി കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. BJPയിലേക്ക് അങ്ങനെ വോട്ട് മറിഞ്ഞാൽ അപ്രസക്തരാകുന്നത് ഇവിടുത്തെ LDFിലും UDFിലുമുള്ള കേരള കോൺഗ്രസുകാരാണ്. 1965 മുതൽ ഇരു മുന്നണികളിലേക്കും ക്രിസ്ത്യൻ വോട്ടുകളുടെ നല്ലൊരു പങ്കും എത്തിയിരുന്നത് കേരള കോൺഗ്രസുകൾ വഴിയാണ്. 60 വർഷത്തെ ആ പാരമ്പര്യം മുറിയുമോ എന്ന ചോദ്യമാണ് പാലായിലും കോട്ടയത്തും തൊടുപുഴയിലും കടുത്തുരുത്തിയിലും പൂഞ്ഞാറിലും ഒക്കെയും ഉയരുന്നത്. അപ്പു ജോസഫ് കൂടി ചുമതലയേറ്റതോടെ ഒന്നാം തലമുറയിൽ നിന്ന് പൂർണ്ണമായും രണ്ടാം തലമുറയിലേക്ക് കേരള കോൺഗ്രസുകൾ കടന്നു കഴിഞ്ഞു. മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളുടെ കുത്തകാവകാശം ഇനി ആർക്ക് എന്ന ചോദ്യത്തിനാണ് ഉത്തരമുണ്ടാകാൻ പോകുന്നത്. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.